തൻ്റെ ആരാധകർക്കിടയിൽ മാത്രം ജനപ്രിയ നായകൻ എന്ന വിളിപ്പേരുള്ള നടനാണ് ദിലീപ്. കരിയറിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ഫാഫാബ പോലും നിർമ്മാതാവിന് വലിയ നഷ്ടമാണ് സമ്മാനിച്ചത്. രാമലീലയ്ക്ക് ശേഷം ദിലീപിൻ്റെ പുറത്തിറങ്ങിയ സിനിമകൾക്കൊന്നും പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാനായിരുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ സിനിമകളൊന്നും തന്നെ വിജയം കൈവച്ചിരുന്നില്ല. ഇതിനിടയിൽ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ മാത്രമാണ് ഭേദപ്പെട്ട രീതിയിലെങ്കിലും വിജയം നേടിയതെന്ന് ആരാധകർ അവകാശപ്പെടുന്നു. വോയിസ് ഓഫ് സത്യനാഥൻ, പവി കെയർടേക്കർ, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നീ ചിത്രങ്ങൾ ഹിറ്റായെന്നാണ് ആരാധകരുടെ അവകാശവാദം. എന്നാൽ ഈ ലിസ്റ്റിൽ വോയിസ് ഓഫ് സത്യനാഥൻ തനിക്ക് നഷ്ടമാണ് സമ്മാനിച്ചതെന്ന് പറയുകയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ബാദുഷാ. വലിയ പ്രതീക്ഷയോടെ നിർമ്മിച്ച സിനിമയായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ എന്നും, എന്നാൽ വലിയ ദുരന്തമായി ഈ ചിത്രം മാറിയെന്നാണ് ബാദുഷ പറയുന്നത്. വലിയ പ്രതീക്ഷയോടെ സമീപിച്ച് എനിക്ക് നഷ്ടം സമ്മാനിച്ച സിനിമ വോയിസ് ഓഫ് സത്യനാഥൻ. ദിലീപിൻ്റെ മുൻ സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നതിനാൽ ആ സിനിമയുടെ ബിസിനസ് ഞാൻ പ്രതീക്ഷിച്ചത്ര നടന്നില്ല. വലിയ ലാഭം പ്രതീക്ഷിച്ചാണ് ചെയ്തത്. പക്ഷേ അതൊന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, വലിയൊരു ദുരന്തമായിരുന്നു എനിക്ക് ആ സിനിമയെന്ന് ബാദുഷ പറയുന്നു. ഓരോ സിനിമ റിലീസാകുമ്പോഴും വോയിസ് ഓഫ് സത്യനാഥൻ ഹിറ്റാണെന്ന് ദിലീപ് പ്രസ് മീറ്റിൽ പറയാറുണ്ടായിരുന്നു. കോവിഡിന് ശേഷമുള്ള ദിലീപിൻ്റെ ഹിറ്റുകളിൽ പലരും ഈ ചിത്രത്തെ ഉൾപ്പെടുത്തിയിരുന്നു. ബോക്സ് ഓഫീസിൽ 20 കോടിയോളമായിരുന്നു വോയിസ് ഓഫ് സത്യനാഥൻ നേടിയത്. OTTയും സാറ്റലൈറ്റുകളും പ്രതീക്ഷിച്ച തുക ലഭിച്ചില്ലെന്നാണ് ബോക്സ് ഓഫീസ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. റാഫിയുടെ സംവിധാനത്തിൽ 2023 റിലീസായ ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ.